ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി യൂണിറ്റ് 4 പാർട്ട് 2 ആണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇൻ്റലിജൻസ് ആണ് കഴിഞ്ഞ പാർട്ടിൽ നാം ഡിസ്കസ് ചെയ്തത്. ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരുപാട് തിയറീസ് ഇൻ്റലിജൻസിൻ്റെ മായി ബന്ധപ്പെട്ടുകൊണ്ട് പല വ്യത്യസ്ത ശാസ്ത്രജ്ഞരും ഉണ്ടാക്കിയിട്ടുണ്ട്. അത്തരം തിയറികളെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. തിയറീസ് ഓഫ് ഇൻ്റലിജൻസ്. സം ഓഫ് ദ മേജർ തിയറീസ് ഓഫ് ഇൻ്റലിജൻസ് ആർ ആസ് ഫോളോസ്. ചില പ്രധാനപ്പെട്ട തിയറികളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിയറി സ്പിയർമാൻസ് തിയറി. ചാൾസ് സ്പിയർമാൻ എന്ന ശാസ്ത്രജ്ഞൻ അദ്ദേഹം ഉണ്ടാക്കിയ തിയറി ഓഫ് ഇൻ്റലിജൻസിനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. ഇദ്ദേഹം ചാൾസ് സ്പിയർമാൻസ് 1904 തിയറി ഓഫ് ഇൻ്റലിജൻസ് ഈസ് ഓൾസോ നോൺ ആസ് 2 ഫാക്ടർ തിയറി. ഈ തിയറിയെ 2 ഫാക്ടർ തിയറി എന്ന് വിളിക്കാറുണ്ട്. എന്താണ് 2 ഫാക്ടർ എന്ന് പറയുന്നത്? 2 ഘടകങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന തിയറി. സ്പിയർമാൻ നോട്ടീസ്ഡ് ദാറ്റ് children who perform well in one subject tend to have good marks in other subject also. കുട്ടികൾ ഒരു പ്രത്യേകമായ സബ്ജക്റ്റിൽ നന്നായി പെർഫോം ചെയ്യുന്ന ഒരു കുട്ടി ഒരു പ്രത്യേകമായ ഒരു സബ്ജക്റ്റിൽ നന്നായി പെർഫോം ചെയ്യുന്ന കുട്ടിക്ക് മറ്റു സബ്ജക്റ്റിലും കൂടി എന്ത് കിട്ടും? നല്ല മാർക്ക് കിട്ടുമെന്നത് ഇദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടു. ദിസ് ഒബ്സർവേഷൻ ലെഡ് ഹിം ടു പ്രൊപ്പോസ് ദാറ്റ് there is a common factor which affects all of your activities. ഇതിനെ ബേസ് ചെയ്തിട്ട് സ്പിയർമാൻ പറഞ്ഞ എന്താണെന്നറിയോ? നമ്മുടെ എല്ലാ ആക്ടിവിറ്റികളെയും സ്വാധീനിക്കുന്ന ഒരു കോമൺ ഫാക്ടർ നമ്മളിൽ ഉണ്ടാകും. ഉദാഹരണത്തിന് ഇപ്പോൾ ഇംഗ്ലീഷിന് നല്ല കഴിവുള്ള കുട്ടിക്ക് സ്വാഭാവികമായിട്ടും മറ്റു സബ്ജക്റ്റുകളിലും മാർക്കുകൾ കിട്ടും. അപ്പോൾ അവരുടെ ആക്ടിവിറ്റികളെ സ്വാധീനിക്കുന്ന ഒരു കോമൺ ഫാക്ടർ എല്ലാവരിലും ഉണ്ടാകുമെന്നതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇദ്ദേഹം എന്ത് ചെയ്തത്? ഈ ഒരു 2 ഫാക്ടർ തിയറി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം യൂസിങ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് കോൾഡ് ആസ് ഫാക്ടർ അനാലിസിസ്. ഇദ്ദേഹം അതിനെ വിളിച്ചത് ഫാക്ടർ അനാലിസിസ് എന്നാണ്. അപ്പോൾ തിയറം ആയതുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ടാണ് ഇത് പറയുന്നത്. ആ രീതിയിൽ തന്നെ മനസ്സിലാക്കിയാൽ മതി. So he proposed that all cognitive activity or mental activity consists of 2 factors. എല്ലാ മെൻ്റൽ ആക്ടിവിറ്റികളും അല്ലെങ്കിൽ ചിന്താപരമായ കോഗ്നിറ്റീവ് ആക്ടിവിറ്റികൾക്കും 2 ഫാക്ടറുകൾ ഉണ്ടാകും. ഒന്ന് ജനറൽ ഫാക്ടർ ഓർ ജി ഫാക്ടർ. ഒന്ന് ജനറൽ ഫാക്ടറാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇദ്ദേഹത്തിൻ്റെ തിയറം പറയുന്നത് ഒന്ന് ജനറൽ ഫാക്ടർ അല്ലെങ്കിൽ ജി ഫാക്ടറാണ്. മറ്റൊന്ന് സ്പെസിഫിക് ഓർ എസ് ഫാക്ടറാണ്. ഒരു ജി ഫാക്ടറും മറ്റൊരു എസ് ഫാക്ടറും ഉണ്ടാകും. സോ ഇൻ്റലിജൻസ് ഈസ് എ സം ഓഫ് ജി ഫാക്ടർ ആൻഡ് എസ് ഫാക്ടർ. ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ജി ഫാക്ടറും എസ് ഫാക്ടറും കൂടി ചേരുമ്പോൾ ഉണ്ടാവുന്നതാണ്. നോക്കാം. ദ ജി ഫാക്ടർ തിയറി ഓർ ജനറൽ ഫാക്ടർ തിയറി സ്റ്റേറ്റ്സ് ദാറ്റ് ഇൻ്റലിജൻസ് ഈസ് കമ്പോസ്ഡ് ഓഫ് എ ജനറൽ ഇൻ്റലിജൻസ്. ജി ഫാക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ജനറൽ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പൊതുവായ. ഒരാളുടെ ബുദ്ധിശക്തി ജി ഫാക്ടറും എസ് ഫാക്ടറും കൂടി ചേർന്നതാണ്. അവിടെ പൊതുവായ എന്ന് ഉദ്ദേശിക്കുന്നത് ഇദ്ദേഹം പറയുന്നത് ദ ഇൻ്റലിജൻസ് ഈസ് കമ്പോസ്ഡ് ഓഫ് എ ജനറൽ ഇൻ്റലിജൻസ്. ഒരാളുടെ ബുദ്ധിശക്തി എന്ന് പറയുന്നത് അതൊരു ജനറൽ ഇൻ്റലിജൻസ് കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാണ്. ദ ജി ഫാക്ടർ റെഫേഴ്സ് ടു ദ ബ്രോഡ് സ്പെക്ട്രം ഓഫ് മെൻ്റൽ ഫാക്കൽറ്റീസ് that influences the performance of a wide variety of cognitive abilities. അപ്പോൾ ജി ഫാക്ടർ എന്ന് പറയുന്നത് ഒരുപാട് വൈഡ് ആയിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ കൊണ്ട് അത് ഒരാളുടെ കോഗ്നിറ്റീവായിട്ടുള്ള എബിലിറ്റീസിയെ, ചിന്താപരമായ പ്രവർത്തനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങളെയാണ് ജനറൽ ഫാക്ടർ ഓർ ജി ഫാക്ടർ എന്ന് ഇദ്ദേഹം വിളിച്ചത്. എക്സ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെസിഫിക് ഓർ സിംഗിൾ. അത് യുണീക്കാണ്. അത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏതെങ്കിലും ഒരു എബിലിറ്റിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും. അപ്പോൾ ജനറൽ ഫാക്ടറുണ്ട്, സ്പെസിഫിക് ഫാക്ടറുണ്ട്. ഇത് രണ്ടും കൂടുമ്പോഴാണ് ഒരാളുടെ ആകെ മൊത്തം ഇൻ്റലിജൻസ് ഉണ്ടാവുന്നത്.
ഇപ്പോൾ ജനറൽ ഫാക്ടർ എന്ന് പറയുന്നത് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് എബിലിറ്റീസ് ഉൾപ്പെടുന്നതാണ്. സ്പെസിഫിക് ഫാക്ടർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു യുണീക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ സിംഗിൾ ആയിട്ടുള്ള ഒരു ഫാക്ടർ ഉൾക്കൊള്ളുന്നതാണ്. ഇറ്റ് പ്രൊപ്പോസസ് ദാറ്റ് ഓൾ കോഗ്നിറ്റീവ് എബിലിറ്റീസ് ആർ റിലേറ്റഡ് ടു വൺ അനദർ. എല്ലാ ചിന്താപരമായ കഴിവുകളും ഒന്നിനോടൊന്ന് കണക്ട് ചെയ്യപ്പെട്ടതാണ്. ഹെൻസ് ദ ജനറൽ ഇൻ്റലിജൻസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ അക്വയറിങ് നോളജ്. ജനറൽ ജി ഫാക്ടറാണ് നമ്മളെ അറിവ് നേടുന്നതിന്, ആബ്സ്ട്രാക്റ്റ് റീസണിങ്, അതേപോലെ ഒരുപാട് പുതിയ സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ അഡാപ്റ്റ് പൊരുത്തപ്പെട്ടു പോകുന്നത്, ഇതെല്ലാം തന്നെ നമ്മുടെ ജി ഫാക്ടറിൽ നിന്നുണ്ടാവുന്നതാണ്. ആ ജി ഫാക്ടറാണ്, ജനറൽ ഇൻ്റലിജൻസ് ആണ് നമുക്ക് അറിവ് നേടാൻ നമ്മളെ സഹായിക്കുന്നത്. ആബ്സ്ട്രാക്റ്റ് റീസണിങ്, കൃത്യമായി കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കി യുക്തിപരമായി ജഡ്ജ് ചെയ്ത് കൊണ്ടുപോകാൻ സഹായിക്കുന്നത്. സിറ്റുവേഷനുകളുമായിട്ട് നമ്മളെ പൊരുത്തപ്പെട്ടു പോകാൻ വേണ്ടി സഹായിക്കുന്നത്, ഇതെല്ലാം തന്നെ ജനറൽ ഇൻ്റലിജൻസ് ആണ്. അപ്പോൾ നമുക്കറിയാം ഒരാൾക്ക് ഏറ്റവും കൂടുതൽ ഡോമിനൻ്റായി നിൽക്കുന്നത് ജനറൽ ഇൻ്റലിജൻസ് ആണ് എന്ന് നമുക്ക് ഈ ഒരു വാക്കുകളിലൂടെ മനസ്സിലാക്കാനും സാധിക്കും. ഇനി നമുക്ക് ഇദ്ദേഹം പറഞ്ഞല്ലോ 2 ഫാക്ടറുകളാണ്, ജി ഫാക്ടർ, എസ് ഫാക്ടർ. അപ്പോൾ ജി ഫാക്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയെന്ന് നോക്കാം. ഒന്നാമത്തത്, ഇറ്റ് ഈസ് യൂണിവേഴ്സൽ ഇൻബോൺ എബിലിറ്റി. ജി ഫാക്ടർ, ജനറൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇൻബോൺ ആയിട്ട് ജന്മനാ കിട്ടുന്ന കഴിവുകളാണ്. ഇറ്റ് ഈസ് ജനറൽ മെൻ്റൽ എനർജി, അത് ജനറൽ ആയിട്ടുള്ള ഒരു മെൻ്റൽ എനർജിയാണ്. ഇറ്റ് ഈസ് കോൺസ്റ്റൻ്റ് ആണ്, അത് ഒരുപോലെ ഉണ്ടാകും, ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും, മാറ്റങ്ങൾ ഉണ്ടാവില്ല. ദ എമൗണ്ട് ഓഫ് ജി ഡിഫേഴ്സ് ഫ്രം ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ. ഓരോ വ്യക്തി നോക്കുമ്പോൾ ഇത് വ്യത്യാസം ഉണ്ടാകും. എനിക്കുള്ള ജനറൽ ഇൻ്റലിജൻസ് ആയിരിക്കില്ല മറ്റൊരാൾക്ക്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ എവറി ആക്ടിവിറ്റി ഓഫ് ലൈഫ്. ജീവിതത്തിലെ എല്ലാ ആക്ടിവിറ്റിയിലും ജനറൽ ഇൻ്റലിജൻസ് നാം ഉപയോഗിക്കുന്നുണ്ട്. ഗ്രേറ്റർ ദ ജി ഇൻ ആൻ ഇൻഡിവിജ്വൽ, ഗ്രേറ്റർ ഈസ് ഹിസ് സക്സസ് ഇൻ ലൈഫ്. ഒരാളുടെ ജീവിതത്തിൽ ജനറൽ ഇൻ്റലിജൻസ് കൂടുതലാണെങ്കിൽ അയാളുടെ സക്സസ് റേറ്റും കൂടുതലായിരിക്കും. ഇനി എസ് ഫാക്ടർ എന്താണ്? എസ് ഫാക്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇറ്റ് ഈസ് ലേൺഡ് ആൻഡ് അക്വയർഡ് ഇൻ ദ എൻവയോൺമെൻറ്റ്. ഇത് ജന്മനാ കിട്ടുന്നതല്ല. എസ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇൻ്റലിജൻസ് ആണ്. അത് നമ്മുടെ ചുറ്റുപാടിൽ നിന്നും നാം പഠിച്ച് നേടിയെടുക്കുന്നതാണ്. ഇറ്റ് വേരീസ് ഫ്രം ആക്ടിവിറ്റി ടു ആക്ടിവിറ്റി ഇൻ ദ സെയിം ഇൻഡിവിജ്വൽ. ഒരു വ്യക്തിയിൽ തന്നെ ഇത് വേരി ചെയ്യും, വ്യത്യാസപ്പെടും. ഓരോ ആക്ടിവിറ്റിയെ ബേസ് ചെയ്തുകൊണ്ട് ഇത് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ഇൻഡിവിജ്വൽസ് ഡിഫർ ഇൻ ദ എമൗണ്ട് ഓഫ് എസ് എബിലിറ്റി. എസ് എബിലിറ്റി ഓരോ ആളുകൾക്കും വ്യത്യാസപ്പെട്ടിരിക്കും. മറ്റൊന്ന്, അവർ ജനറൽ മെൻ്റൽ എബിലിറ്റി ഓർ ജി ഫാക്ടർ ഈസ് മെയിൻലി റെസ്പോൺസിബിൾ ഫോർ ഇറ്റ് ആൻഡ് അവർ സ്പെസിഫിക് എബിലിറ്റി ഇൻ ദാറ്റ് പർട്ടിക്കുലർ ടാസ്ക് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ റെസ്റ്റ്. അപ്പോൾ ഒരാളുടെ ഒരു പ്രത്യേകമായ സിറ്റുവേഷനിൽ ഒരാൾ വർക്ക് ചെയ്യുന്നത് അത് ജനറൽ ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ അയാൾ വർക്ക് ചെയ്യുന്നത് അയാളുടെ ജനറൽ ഫാക്ടറെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. There are a large number of specific abilities such as ability to draw inferences. ഒരുപാട് സ്പെസിഫിക് എബിലിറ്റീസ്, സ്പെസിഫിക് ഇൻ്റലിജൻസുകൾ പല ആളുകളിലും കാണാം. ഉദാഹരണത്തിന് നമുക്ക് ഏതെങ്കിലും ഒരു കൺക്ലൂഷനിലേക്ക് എത്താനുള്ള കഴിവ്, അതേപോലെ ഒരു സെൻറ്റൻസിനെ കംപ്ലീറ്റ് ചെയ്യിപ്പിക്കാനുള്ള കഴിവ്, അതേപോലെ ഒരു മെസ്സേജിനെ കോഡ് ചെയ്യാനുള്ള കഴിവ്. ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ് ഡിഫേർഡ് ബോത്ത് ഇൻ ദയർ ജി ആസ് വെൽ ആസ് എസ് ഫാക്ടർ. ഒരാൾക്കും ജി ഫാക്ടറും എസ് ഫാക്ടറും വ്യത്യാസം ഉണ്ടാവും, എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാവില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് മനസ്സിലാകും. ഫോർ എക്സാമ്പിൾ, ആൻ ഇൻഡിവിജ്വൽസ് പെർഫോമൻസ് ഇൻ ലിറ്ററേച്ചർ ഈസ് പാർട്ട്ലി ഡ്യൂ ടു ഹിസ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് പാർട്ട്ലി ഡ്യൂ സം സ്പെസിഫിക് ആപ്റ്റിറ്റ്യൂഡ് ഫോർ ഹിസ് ലാംഗ്വേജ്. ഒരാൾക്ക് നല്ല ലിറ്ററേച്ചറിൽ നല്ല കഴിവുണ്ട്, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഒരാൾക്ക് നല്ല കഴിവുണ്ട്. അത് എന്തുകൊണ്ടാണ്? പാർട്ട്ലി ഡ്യൂ ടു ജനറൽ ഇൻ്റലിജൻസ്. അയാളുടെ ജനറൽ ഇൻ്റലിജൻസ് ഉള്ളത് കൊണ്ടും അതേപോലെ തന്നെ ചില പ്രത്യേകമായ ആപ്റ്റിറ്റ്യൂഡ് അയാൾക്ക് ലാംഗ്വേജിൽ ഉള്ളത് കൊണ്ടാണ് അയാൾക്ക് ലിറ്ററേച്ചറിൽ ഭയങ്കര പെർഫോമൻസ് കാണിക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ അവിടെ നോക്ക്, ജിയും എസും രണ്ടും കൂടി ചേർന്നപ്പോഴാണ് അയാളുടെ ആ ഒരു ലിറ്ററേച്ചറിലുള്ള അയാളുടെ ഇൻ്റലിജൻസ് ഉണ്ടായിട്ടുള്ളത്. ദാറ്റ് ഈസ് ജി പ്ലസ് എസ് 1. അവിടെ ജനറൽ ഇൻ്റലിജൻസും വന്നു, സ്പെസിഫിക് ഇൻ്റലിജൻസും വന്നു.
ചില ആളുകൾക്ക് മാത്തമാറ്റിക്സിൽ നല്ല പെർഫോമൻസ് ഉണ്ടാകും, അത് അയാളുടെ ജനറൽ ഇൻ്റലിജൻസും S2 അഥവാ മാത്തമാറ്റിക്സിലുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു പർട്ടിക്കുലർ ഇൻ്റലിജൻസും കൂടി ചേർന്നുകൊണ്ടാണ്. അതേപോലെ തന്നെ ഡ്രോയിങ് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് ഏതോ ആവട്ടെ. അപ്പോൾ ദ ഫാക്ടർ G ജനറൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഇറ്റ് പ്രസൻറ്റ് ഇൻ ഓൾ സ്പെസിഫിക് ആക്ടിവിറ്റി. ജനറൽ ഇൻ്റലിജൻസ് അയാൾക്ക് ജന്മനാ കിട്ടുന്ന ആ ഇൻ്റലിജൻസ് എല്ലാ ആക്ടിവിറ്റികളിലും അത് പ്രസൻ്റ് ആയിരിക്കും, അത് സന്നിധമായിരിക്കും എന്നത് മനസ്സിലാക്കുക. അപ്പോൾ അയാൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റിയിലും അയാളുടെ ജനറൽ ഇൻ്റലിജൻസ് പ്രസൻ്റ് ആണ്. പിന്നെ ഒരാളെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഇൻ്റലിജൻസ് ഓരോ ആളുകൾക്കും കിട്ടി വരുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു തിയറം പഠിക്കാനുള്ളത് ലൂയിസ് എൽ തേഴ്സ്റ്റോൺ പ്രൈമറി മെൻ്റൽ എബിലിറ്റീസ് തിയറി അഥവാ PMA തിയറി എന്നും പറയും. അപ്പോൾ സാധാരണ സ്പിയർമാൻസിനെ അപ്രോച്ച് ചെയ്തുകൊണ്ട് സ്പിയർമാൻ്റെ ടു ഫാക്ടർ തിയറിയിൽ നിന്നും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് ലൂയിസ് എൽ തേഴ്സ്റ്റോൺ എന്ന ശാസ്ത്രജ്ഞൻ്റെ കണ്ടുപിടുത്തങ്ങൾ. He suggested that the differences that were observed in the performance of intellectual tasks could be attributed to different independent ability. ഇയാൾ പറഞ്ഞ എന്താണെന്നറിയോ, ഓരോ ആളുടെയും ബുദ്ധിപരമായ പ്രവർത്തനങ്ങളിൽ ഉണ്ടാവുന്ന വ്യത്യാസം അത് ഓരോ ആളുടെയും ഇൻഡിപെൻഡൻറ്റ് എബിലിറ്റീസ് ആണ്. ഓരോ ആളുകൾക്കുമുള്ള വ്യക്തിപരമായ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള എബിലിറ്റികൾ ഉള്ളത് കൊണ്ടാണ് ഓരോ ആളുകളിലും ഡിഫറൻസുകൾ കാണുന്നത്. അപ്പോൾ ഇദ്ദേഹം ഏകദേശം ഒരു 7ഓളം എബിലിറ്റീസ് ഇദ്ദേഹം പറയുന്നുണ്ട്. ഈ എബിലിറ്റികൾ ഒരാൾക്കുള്ളത് കൊണ്ടാണ് ഓരോ ആളുടെയും പ്രവർത്തനങ്ങളിൽ പ്രത്യേകം വ്യത്യാസങ്ങൾ കാണപ്പെടുന്നത് എന്നാണ് പറയുന്നത്. ദീസ് എബിലിറ്റീസ്, ഈ എബിലിറ്റീസിനെ അയാൾ തരംതിരിച്ചിരിക്കുന്നത് ഒന്നാമത്തത് W അഥവാ വേർഡ് ഫ്ലുവൻസി എന്ന ഒരു എബിലിറ്റി ചില ആളുകൾക്ക് ഉണ്ടാകും. അത്തരം ആളുകൾക്കാണ് എബിലിറ്റി ടു തിങ്ക്, നല്ലോണം ചിന്തിക്കാൻ പറ്റുക, യൂസ് വേർഡ്സ് റാപ്പിഡ്ലി, പെട്ടെന്ന് ഓരോ സന്ദർഭത്തിനനുസരിച്ച് വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റുക. അങ്ങനെയുള്ള വേർഡ് ഫ്ലുവൻസി എന്ന എബിലിറ്റി ഉള്ള ആളുകളാണ് നല്ല ചിന്താ പവറും അതുപോലെ തന്നെ വാക്കുകളൊക്കെ നല്ല വാഗ്ജ്വാലിതയൊക്കെയുള്ള ആളുകളായിട്ട് മാറുന്നത്. രണ്ടാമത്തത് വേർബൽ കോംപ്രഹെൻഷൻ, അത് എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് ദ വേർഡ്, ഒരു വേർഡിൻ്റെ കൃത്യമായ വേർഡ് അർത്ഥം മനസ്സിലാക്കാനും ഐഡിയകൾ കൃത്യമായി മനസ്സിലാക്കാനും വൊക്കാബുലറി പോലുള്ള വിഷയങ്ങളിൽ, വേർഡ് പവർ പോലുള്ള വിഷയങ്ങളിലൊക്കെ നന്നായി കഴിവുള്ള ആളുകളുണ്ടാകും. അത് വെർബൽ കോംപ്രഹെൻഷൻ എബിലിറ്റിയാണ്. അത്തരം ആളുകൾക്ക് പെട്ടെന്ന് ഒരു വിഷയത്തെ ഒരു കോൺസെപ്റ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനും അത് കോൺസെപ്റ്റാക്കി അത് ഐഡിയാസ് തിരിച്ചറിയാനുമൊക്കെ അവർക്ക് സാധിക്കും. അതേപോലെ തന്നെ സ്പെഷ്യൽ വിഷ്വലൈസേഷൻ അഥവാ ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു മാനിപ്പുലേറ്റ് പാറ്റേൺ, വിവിധ പാറ്റേണുകളെ മാനിപ്പുലേറ്റ് ചെയ്ത് മാറ്റിമറിച്ച് കൊണ്ടുവരാനുള്ള കഴിവ്. ആൻഡ് ഫോംസ് ഓഫ് ഒബ്ജക്റ്റ്, ഓരോ ഒബ്ജക്റ്റുകളെയും ഡിഫറെൻറ്റ് ഫോമിലേക്ക് മാറ്റാനും അതേപോലെ തന്നെ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനുമുള്ള കഴിവ്. മറ്റൊന്നാണ് നാലാമത്തത് പെർസെപ്ച്വൽ സ്പീഡ്, ടെൻഡൻസി ടു പെർസീവ് ഡീറ്റെയിൽസ് ക്വിക്ക്ലി, ഒരു കാര്യത്തെ പെട്ടെന്ന് പെർസീവ് ചെയ്യാൻ, വളരെ പെട്ടെന്ന് പെർസീവ് ചെയ്തെടുക്കാൻ പെർസെപ്ഷൻ, കാഴ്ചപ്പാട്, അത് ആ ഒരു കാഴ്ചപ്പാടിലേക്ക് മാറ്റിയെടുക്കാനുള്ള കഴിവ്. അത് ഇൻ എവരി സ്റ്റിമുലസ് ആക്യുറേറ്റ്ലി, എല്ലാ സന്ദർഭങ്ങളിലും ഒരു വിഷയം ഒരു സന്ദർഭത്തിൽ ഒരു പ്രത്യേകമായ കാര്യം നടന്നാൽ അതിനെ പെട്ടെന്ന് പെർസീവ് ചെയ്യാനുള്ള കഴിവ് ചില ആളുകൾക്ക് ഉണ്ടാകും. അത് പെർസെപ്ച്വൽ സ്പീഡാണ്, പെർസെപ്ച്വൽ സ്പീഡ്. മറ്റൊന്ന് അഞ്ചാമത്തേത് ന്യൂമറിക്കൽ ഫെസിലിറ്റി. അറിയാമല്ലോ ന്യൂമറിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂമറിക്കൽ പ്രോബ്ലംസ്, മാത്തമാറ്റിക്സ്, അതാണ് പ്രധാനമായി അതിൽ പറയുന്നത്. വൺസ് എബിലിറ്റി ടു സോൾവ് എ ന്യൂമറിക്കൽ പ്രോബ്ലം ക്വിക്ക്ലി ആൻഡ് ആക്യുറേറ്റ്ലി, ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം വളരെ ക്വിക്കായും കൃത്യമായും സോൾവ് ചെയ്യാനുള്ള കഴിവ്. ആറാമത്തത് റീസണിങ് ആണ്, എബിലിറ്റി ടു ഒബ്സർവ് ഫാക്ട്സ്, ഏതെങ്കിലും ഒരു വിഷയങ്ങളെ ഒബ്സർവ് ചെയ്യാനും എന്നിട്ട് അതിനെക്കുറിച്ചൊരു റൂൾ ഉണ്ടാക്കാനും അതിനെ റീസണിങ് നടത്താനും ഉള്ള കഴിവ്. ഏഴാമത്തത് അസോസിയേറ്റീവ് മെമ്മറി, എബിലിറ്റി ടു മെമ്മറൈസ്,
ഭയങ്കര ഓർമ്മശക്തിയും എന്തും ഓർക്കാനും അതേപോലെ ഓർത്ത കാര്യങ്ങൾ റീകോൾ ചെയ്യാനുമുള്ള കഴിവ്, ഇതെല്ലാം തന്നെ ഈ 7 വ്യത്യസ്ത കഴിവുകളുള്ളത് കൊണ്ടാണ് ഓരോ മനുഷ്യനും വ്യത്യസ്ത ഇൻ്റലിജൻസിൽ കഴിവ് കാണിക്കുന്നത് അല്ലെങ്കിൽ ഡിഫറൻസുകൾ കാണിക്കുന്നത് എന്നാണ് ഈ ഒരു തിയറമിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ എന്ന് പറയുന്നത്. All the above clusters were originally said to be functionally independent of each other. It was actually found that there were intercorrelated. അപ്പോൾ ശരിക്കും ഇത് ഇൻഡിപെൻഡൻ്റ് ആണ്, എന്നാൽ ചെറിയ കോറിലേറ്റ് പരസ്പരം നമുക്ക് ബന്ധപ്പെട്ടതുമായ 7 വിഷയങ്ങളാണ് ഇദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഒരു തിയറിയാണ് തിയറി ഓഫ് ടെക്നോളജിക്കൽ ഇൻ്റലിജൻസ്. ടെക്നോളജിക്കൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് വിഗോട്സ്കി എന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ഇതിൻ്റെ ഉപജ്ഞാതാവ്. അപ്പോൾ വിഗോട്സ്കി എന്താ പറയുന്നത്? വിഗോട്സ്കിയുടെ അഭിപ്രായത്തിൽ വിഗോട്സ്കി ഫോർവേഡഡ് ദ വ്യൂ ദാറ്റ് കൾച്ചർ പ്രൊമോട്ട്സ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ്. ഒരാളുടെ കൾച്ചർ, ഒരു നാടിൻ്റെ കൾച്ചറാണ് അയാളുടെ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുന്നത്, ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്നത്. ദ ഹയർ ഓർഡർ മെൻ്റൽ ഫങ്ഷൻസ് ആർ കൾച്ചറലി ഡിറ്റർമൈൻഡ്. ഒരാളുടെയും മെൻ്റൽ ഫങ്ഷനുകൾ ശരിക്കും പ്രവർത്തിക്കപ്പെടുന്നത്, അത് ഫങ്ഷൻ ചെയ്യപ്പെടുന്നത് കൾച്ചറിനെ ബേസ് ചെയ്താണ്. അതുകൊണ്ട് തന്നെ ടെക്നോളജിക്കൽ ഇൻ്റലിജൻസ് ഈസ് ദ ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ് എമംഗ് പീപ്പിൾ ഓഫ് അഡ്വാൻസ്ഡ് കൺട്രീസ്. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയപ്പെട്ട വളരെ പുരോഗമനമായ രീതിയിലുള്ള രാജ്യങ്ങളിലുള്ള ആളുകളിലാണ് ഇത്തരം ടെക്നോളജിക്കൽ ഇൻ്റലിജൻസ് എന്ന് തന്നെ നമ്മൾ സൂചിപ്പിക്കപ്പെടുന്നത്. സച്ച് എ ഇൻ്റലിജൻസ് റിഫ്ലക്ട്സ് ദ സ്കിൽസ് ഓഫ് അറ്റൻഷൻ. ഇത്തരം ഇൻ്റലിജൻസ് ആ രാജ്യത്തെ ആളുകളുടെ അറ്റൻഷൻ, അവരുടെ ശ്രദ്ധ, ഒബ്സർവേഷൻ, അനാലിസിസ്, പെർഫോമൻസ്, സ്പീഡ്, അച്ചീവ്മെൻറ്റ്, ഇതിലെല്ലാം മാറ്റം ഉണ്ടാകും. അപ്പം നല്ല ടെക്നോളജിക്കൽ ഇൻ്റലിജൻസ് ഉള്ള അഡ്വാൻസ്ഡ് ആയിട്ട് രാജ്യങ്ങളിലുള്ള ആളുകൾ അവരുടെ അറ്റൻഷൻ സ്കില്ല്, ഒബ്സർവേഷൻ, നിരീക്ഷിക്കാനുള്ള കഴിവ്, അനാലിസിസ്, വിശകലനം ചെയ്യാനുള്ള കഴിവ്, പെർഫോമൻസ്, അവരുടെ പ്രവർത്തനങ്ങൾ, സ്പീഡ്, അച്ചീവ്മെൻറ്റ്, ഓറിയൻറ്റേഷൻ, എല്ലാം ആ രീതിയിൽ തന്നെ എന്താകും, ഈ ടെക്നോളജിക്കൽ ഇൻ്റലിജൻസ് ഉള്ള ആളുകളിൽ ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ കുറച്ചും കൂടി സ്പീഡായി കാണപ്പെടും. ഇനിയും വളരെ പ്രധാനപ്പെട്ട ഒരു തിയറം കൂടി നമുക്ക് നോക്കാനുള്ളത് ഗാർഡ്നേഴ്സ് തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്. നിങ്ങൾ ധാരാളമായി കേട്ട് പരിചയമുള്ള ഒരു തിയറമാണിത്. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ടെസ്റ്റൊക്കെ നടത്താറുണ്ട്. സോ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഐഡിയ ദാറ്റ് ദ മൈൻഡ് ഈസ് നോട്ട് എ ഹോളിസ്റ്റിക് എൻറ്റിറ്റി ബട്ട് ഇൻസ്റ്റഡ് കൺസിസ്റ്റ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഇൻഡിപെൻഡൻറ്റ് മൊഡ്യൂൾ. ഒരു മനുഷ്യൻ്റെ മൈൻഡ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഒരുപാട് മൊഡ്യൂളുകൾ ചേർന്നിട്ടുള്ള വലിയ ഒരു പ്രതിഭ, ഒരു കടലാണ് ഒരു മനുഷ്യൻ്റെ മനസ്സ് എന്നാണ് ഗാർഡ്നറുടെ അഭിപ്രായം. അദ്ദേഹം പറയുന്നത് സാധാരണയായിട്ട് ഒരു മനുഷ്യന് ഇദ്ദേഹം 7 തരത്തിലുള്ള ഇൻ്റലിജൻസ് സാധാരണ ജനങ്ങളിൽ ഉണ്ടാകും. അത് ഓരോ ആളുകൾക്കും ഓരോ രീതിയിലായിരിക്കും ഉണ്ടാവുക. അത് ചില ആളുകൾക്ക് ചില ഇൻ്റലിജൻസ് ആയിരിക്കും, ചില ആളുകൾക്ക് ചില ഇൻ്റലിജൻസ്. ഇപ്പോൾ നിങ്ങൾ മൃഗങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ മൃഗത്തിനും ഓരോ പർട്ടിക്കുലർ കഴിവുണ്ടാകും. ഇപ്പോൾ ആനക്ക് തടിയെടുക്കാനുള്ള കഴിവ്, കുരങ്ങന് മരം കയറാനുള്ള കഴിവ്, പാമ്പിന് എഴയാനുള്ള കഴിവ്, മുതലക്ക് നീന്താനുള്ള കഴിവ്, മുയലിനോ അല്ലെങ്കിൽ മാനിനോ ഓടാനുള്ള കഴിവ്. നോക്കണം, ഓരോ ആൾക്കും ഒരു പ്രത്യേകമായ കഴിവുള്ളത് പോലെ തന്നെ മനുഷ്യൻ്റെ മനസ്സും വ്യത്യസ്തങ്ങളായ കഴിവുകളുടെ ഒരു കൂമ്പാരമാണ് എന്നാണ് ഗാർഡ്നറുടെ അഭിപ്രായം. ഇദ്ദേഹം പറയുന്നത് സാധാരണ ഇദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകത്തിലാണ് ഇദ്ദേഹം പറയുന്നത് 7 തരം ഇൻ്റലിജൻസ് ഉണ്ടാകും. ഏതെല്ലാമാണെന്ന് നോക്കാം. ഒന്നാമത് ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് ഉണ്ടാകും. അത് ആളുകൾക്ക് നല്ല വായിക്കുന്ന ആളുകൾ, നല്ല വായനാശീലമുള്ള ആളുകളും പ്രഭാഷകരും നല്ല എഴുത്തുകാരും നല്ല പ്രഭാഷണം പറയുന്ന ആളുകളെല്ലാം ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് ഉള്ള ആളുകളായിരിക്കും. മറ്റൊന്ന് മ്യൂസിക്കൽ ഇൻ്റലിജൻസ് ആണ് രണ്ടാമത്തത്. അറിയാം, നല്ല പാട്ട് പാടാനും പാട്ട് എഴുതാനും പാട്ട് അവതരിപ്പിക്കാനും
പാട്ടിന് ലിറിക്സ് ഉണ്ടാക്കാനുമുള്ള അത്തരം കഴിവുകൾ. മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ്, അവർക്ക് ഭയങ്കര മാത്സിൽ അത്ഭുതങ്ങൾ കാണിക്കാനും കൂട്ടാനും കുറക്കാനും കുറേ തിയറമുകൾ ഉണ്ടാക്കാനും സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കാനും മാത്സ് പഠിപ്പിക്കാനും അങ്ങനെയുള്ള കഴിവുകൾ. സ്പേഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റുകളെ സ്പേഷ്യലി അറേഞ്ച് ചെയ്യാനും അതേപോലെ വിഷ്വലായിട്ടുള്ള ആർട്ടുകളൊക്കെ നല്ല ആർട്ടിസ്റ്റ് അത്തരം ആളുകളെല്ലാം തന്നെ ഈ സ്പേഷ്യൽ ഇൻ്റലിജൻസിൽ ഉൾപ്പെടുന്നവരായിരിക്കും. അതേപോലെ ബോഡിലി ഓർ കിനസ്തെറ്റിക് ഇൻ്റലിജൻസ് എന്ന് പറയുന്ന മറ്റൊരു ഇൻ്റലിജൻസ് യൂസ്ഡ് ഇൻ സ്പോർട്ട് ഡാൻസിങ്, സാധാരണ ഡാൻസ് സ്പോർട്സിൽ, പിന്നെ അതേപോലെ അത്ലറ്റിക്സിലൊക്കെ നല്ല കഴിവൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾ ഇത്തരം കിനസ്തെറ്റിക് ഇൻ്റലിജൻസ് ഉള്ള ആളുകളാണ്. അതേപോലെ തന്നെ ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് അഥവാ മറ്റുള്ള ആളുകളുമായിട്ട് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാനും നല്ല നേതാക്കന്മാരും പൊളിറ്റിക്കൽ ലീഡേഴ്സും അങ്ങനെയുള്ള ആളുകളൊക്കെ ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് ഉള്ള ആളുകളായിരിക്കും. അതേപോലെ തന്നെ ഇൻട്രാപേഴ്സണൽ അല്ലേ, ഇൻട്രാപേഴ്സണൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അയാളുടെ സ്വന്തം തിരിച്ചറിയാൻ, ഇപ്പോൾ എന്നെ സ്വന്തത്തിൽ ഞാൻ തിരിച്ചറിയാൻ, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് predicting one's own behavior and in identifying aspects of the self and one's own personality. അയാളുടെ സ്വന്തത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും സ്വന്തം പേഴ്സണാലിറ്റിയെക്കുറിച്ച് തിരിച്ചറിയുകയും ചെയ്യുന്ന കഴിവ്, അതാണ് ഇൻട്രാപേഴ്സണൽ. രണ്ടും ശ്രദ്ധിക്കണം. ഇൻ്റർപേഴ്സണൽ എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലാണ്. ഇൻട്രാപേഴ്സണൽ എന്ന് പറയുന്നത് ഒരാളെ തന്നെ തിരിച്ചറിയുകയും അയാളുടെ കഴിവുകളും പേഴ്സണാലിറ്റിയും തിരിച്ചറിയുകയും ചെയ്യുന്ന കഴിവാണ്. അതുകൂടാതെ തന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം ഈ 7 ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് കൂടാതെ ശേഷം 2 കൂടെ ഇൻ്റലിജൻസും കൂടി അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടെത്തിയിട്ടുണ്ട്. അതിലൊന്ന് നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് ആണ്. അതായത് ബീങ് സെൻസിറ്റീവ് ടു ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് നേച്ചർ, അതായത് നമുക്ക് സെൻസിറ്റീവ് ആവുക, നമ്മൾ ഒരാളോട് സിമ്പതി തോന്നുക, സ്നേഹം, സഹാനുഭൂതി, അങ്ങനെ സെൻസിറ്റീവ് ആവാനുള്ള കഴിവ്. അതേപോലെ തന്നെ എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ്, it is the ability to be sensitive to or have the capacity for conceptualizing or tackling deeper or larger questions about human existence. മനുഷ്യൻ്റെ എക്സിസ്റ്റൻസിനെ കുറിച്ച്, മനുഷ്യ സംവിധാനത്തെക്കുറിച്ച് ചിന്തിക്കാനും the meaning of life, എന്താണ് ജീവിതത്തിൻ്റെ അർത്ഥം, why are we born, നമ്മൾ എന്തിനാ ജനിച്ചത്, why do we die, എന്താ മരണം, എന്താ അതിൻ്റെ കോൺഷ്യസ്നെസ് എന്താണ്, വാട്ട് ഈസ് കോൺഷ്യസ്നെസ്, എന്താണ് കോൺഷ്യസ്നെസ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എക്സിസ്റ്റൻഷ്യൽ അപ്രോച്ചുകളെ കുറിച്ച് ചിന്തിക്കുന്ന കഴിവ്. ഇങ്ങനെ 7 തരം, അതുകൂടാതെ തന്നെ അവസാനം 2 കൂടി ചേർത്ത് 9 തരം ഇൻ്റലിജൻസ് ആണ് ഗാർഡനറുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന ഒരു കോൺസെപ്റ്റിൽ ഇദ്ദേഹം തിയറമിൽ പഠിപ്പിക്കുന്നത്. ഇതാണ് നമുക്ക് ഈ ഒരു ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്.